അരുൺ തുടരുക. ഇപ്പോൾ എ സജീവൻ മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സജീവൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒന്ന് മാറ്റി നിർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിർത്തി തലയൂരാൻ പാർട്ടി ശ്രമിക്കുമ്പോൾ അങ്ങനെ അങ്ങ് മാറി നിർത്തിയാൽ പോലും വിഷയം അവസാനിക്കുന്നില്ല എന്ന് കാണിക്കുന്ന സംഭവങ്ങളാണിപ്പോൾ യൂത്ത് കോൺഗ്രസിലും ഒപ്പം പ്രധാനമായും KSUവിലും നടക്കുന്നത്. തമ്മിലടി തന്നെയാണ്. എന്താണ് താങ്കളുടെ പ്രതികരണം? െതിരെയുള്ള ആരോപണത്തിന്റെ ഒരു തുടർച്ച മാത്രമല്ല, കുറച്ചു കാലമായിട്ട് യൂത്ത് കോൺഗ്രസിനകത്തും ശക്തമായി കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പ് പോരാട്ടമുണ്ട്. പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിന്റെയും രാഹുലിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ഈ യുവവിഭാഗം അവരിത് കൈയടക്കാൻ ശ്രമിച്ചപ്പോൾ യൂത്ത് കോൺഗ്രസിനെയാണെങ്കിലും കോൺഗ്രസിൽ തന്നെ വലിയ സ്വാധീനം, സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് പ്രത്യേകമായിട്ട് അവരുടെ ശക്തി പ്രകടനത്തിന്റെ ഭാഗമായിട്ട് മാറ്റിയപ്പോൾ നമ്മൾ പാലക്കാട് ഇലക്ഷനിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. അവരുടെ കൈപ്പിടിയിലായിരുന്നു കാര്യങ്ങൾ. നിലമ്പൂരിൽ അതേ രീതിയിലായി. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ വരുന്ന സമയത്തുണ്ടായിരുന്ന പ്രതിഷേധം അത് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ രാഹുലിനെതിരെയുള്ള ഈ ആരോപണത്തിന്റെ ഘട്ടത്തിൽ പൊട്ടിത്തെറിച്ചത് മാത്രമല്ല, ഇത് ഈ രാഹുലിനെതിരെ നടപടി എടുത്താലും എടുത്തില്ലെങ്കിലും ഇപ്പൊ എടുത്ത നടപടി എന്ന് പറയുന്നത് നടപടി എന്ന് പോലും പറയാൻ പറ്റാത്തതാണ്. അദ്ദേഹം സ്വയം രാജിവെച്ചതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നെ ആരും നിർബന്ധിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇനി നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ പുറത്ത് വരുന്ന രീതിയിൽ അദ്ദേഹത്തെ പുറത്താക്കിയതല്ല, രാജിവെച്ചതാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് 6 മാസമേ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ആ 6 മാസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സസ്പെൻഷൻ ഒഴിവാക്കേണ്ടി വരും. പ്രത്യേകിച്ച് പാർട്ടി അന്വേഷണം ഇല്ല എന്ന് പറയുമ്പോൾ അത് ഒരു 6 മാസത്തെ കാലത്ത് പറയുന്നത് ഇതാന്ന് പറയുമ്പോഴേക്ക് മാറിപ്പോകുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു നടപടിയുടെ ഭാഗമായിട്ട് പോലും കാണാൻ പറ്റില്ല. അങ്ങനെ ഒരു നടപടി എടുത്തോന്ന് ചോദിച്ചാൽ എടുത്തു, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ഈ പോരാട്ടം അതിഭീകരമായിട്ട് മാറാതിരിക്കാൻ. പക്ഷേ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വന്നു മാത്രമല്ല, കുറെ ആളുകൾ നമുക്കറിയാം സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഷാഫി പറമ്പിലിനെതിരെയുള്ള ഒരു അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളും മറ്റും വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ഒരു ശക്തി പ്രകടനത്തിന്റെ ഭാഗമായിട്ട്, പരസ്പരമുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ഇനി വളർന്നു വരാൻ വളരെ കൂടുതലാണ് സാധ്യത. തീർച്ചയായും. ശ്രീ എ സജീവൻ, ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ ആർജവത്തോടു കൂടി എടുത്ത നിലപാട്. അവരുടെ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം, അത് മാത്രമല്ല രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലം അയാൾ മാറി നിൽക്കണം എന്ന് പോലും പറഞ്ഞ നേതാക്കളെ നമ്മൾ കണ്ടതാണ്, വനിതാ നേതാക്കളെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അവരുടെ ഒക്കെ വാക്കുകൾക്ക് ഒരു വിലയുമില്ല കോൺഗ്രസിൽ എന്നാണോ ഈ സംഭവങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്? അല്ല, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഈ വനിതാ നേതാക്കൾ ഇതൊക്കെ പറയുമ്പോഴും ഈ രാഹുലിനെ പുറത്താക്കി, പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, അദ്ദേഹത്തിന്റെ MLA സ്ഥാനം രാജിവെപ്പിച്ചു എന്ന് വന്നാൽ പോലും ഉണ്ടാവുന്ന കാര്യം എന്താണ്? അതോടുകൂടിയിട്ട് പ്രശ്നം തീരുന്നില്ല. രാഹുലിനെ അനുകൂലിക്കുന്ന, ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന, VD സതീശിനെ അനുകൂലിക്കുന്ന വിഭാഗമുണ്ട്. അവരുടെ പരാജയമായിട്ടത് മാറും. അതുകൊണ്ട് അവർ ശക്തിയായിട്ട് തിരിച്ചടിക്കും. കോൺഗ്രസിനകത്ത് ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോഴേക്കും വലിയ തിരിച്ചടി. 2 തവണ നഷ്ടപ്പെട്ട ഭരണം 3ാമത്തെ തവണയും നഷ്ടപ്പെടാനുള്ള വളരെ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ഇത് ഹൈക്കമാൻഡിന്റെ ഒരു നിർദ്ദേശം കൂടി ആയിരിക്കാം. നടപടി എടുത്തു എന്ന് വരുത്തുക, നടപടി എടുക്കാതിരിക്കുക. അപ്പൊ ഈ നടപടി എടുക്കപ്പെട്ട രാഹുൽ വിഭാഗത്തിനും നടപടി ആവശ്യപ്പെട്ട ആളുകൾക്കും പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ വനിതാ നേതാക്കളുടെ വലിയ ആർജവം എന്ന് പറയുന്നത് നേരത്തെ ഇതേ പ്രശ്നം മുകേഷിന്റെ കാര്യത്തിലും PK ശശിയുടെ കാര്യത്തിലൊക്കെ ഉണ്ടായ സമയത്ത് അവിടെ CPM വനിതാ നേതാക്കന്മാർ പറഞ്ഞ കാര്യം എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. അതേപോലെയല്ല ഞങ്ങൾ പ്രതികരിക്കുന്നത്. അങ്ങനെയാണ് അവരിപ്പോൾ പറഞ്ഞത്. ശക്തമായ രൂപത്തിൽ ഇത് കർക്കശമായ നടപടി വേണമെന്നൊക്കെ അവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞു. പക്ഷേ പിന്നീട് അവർക്ക് ആ ആവേശത്തോടു കൂടി പറഞ്ഞാൽ അത് അവർ ചെവിക്കൊള്ളില്ല എന്ന് അവർക്കറിയാം. സത്യത്തിൽ അവർ പറഞ്ഞു കുടുങ്ങിയെന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും വളരെ വ്യക്തമാണ് ശ്രീ സജീവൻ ഞങ്ങളോട് പ്രതികരിച്ചതിന് നന്ദി. ഞാൻ വീണ്ടും PV അരുണിലേക്ക് പോവുകയാണ്. അരുൺ, നമ്മൾ ഇന്നലെ കണ്ടതാണ് ഈ പാർട്ടിക്കകത്ത് തന്നെയുള്ള വനിതാ നേതാക്കൾക്ക് സ്ത്രീകൾക്കൊന്നും അവിടെ രക്ഷയില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നമ്മൾ ഇന്നലെ അവിടെ കണ്ടതാണ്. അതവിടെ നിൽക്കട്ടെ. ഏറ്റവും പ്രധാനമായി ഈ രാഹുൽ വിഷയം ഉയർന്നു വന്ന സാഹചര്യത്തിൽ രാഹുലിനെ പാടെ തള്ളുന്ന നിലപാട് VD സതീശൻ സ്വീകരിച്ച് നമ്മൾ കണ്ടു. അതേ സമയത്ത് തന്നെ രാഹുലിനെ ചേർത്ത് പിടിക്കുന്ന ഷാഫി പറമ്പിലിനെ നമ്മൾ കണ്ടു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അതീതമായ ഒരു സമവാക്യങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നതിന്റെ സൂചനയല്ലേ? അത് തന്നെയല്ലേ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിലും KSUവിലും സംഭവിക്കുന്നത്? അരുൺ,
തീർച്ചയായിട്ടും കോൺഗ്രസിൽ ഗ്രൂപ്പുകൾ നേരത്തെ ഉള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഗ്രൂപ്പില്ല എന്ന് പറയുമ്പോഴും ഓരോ നേതാക്കൾക്ക് പിന്നിലും കൃത്യമായ അണികളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഏറ്റവും പുതിയ നേതാവിന് പോലും സംഘടനാ രംഗത്ത് അത്രയൊന്നും പരിചയമില്ലാത്ത ഉയർന്നു വരുന്ന നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അയാൾക്ക് ചുറ്റുപോലും വലിയ അണികളുണ്ട്. ഒരുപക്ഷെ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറയാൻ തരത്തിലുള്ള അണികളാണ് ഇപ്പോൾ കോൺഗ്രസിൽ പൊതുവിൽ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഒക്കെ ഉള്ളത്. അത് വലിയ രീതിയിൽ അവർക്ക് പിന്നിൽ ആ നേതാക്കൾ അണിനിരക്കുന്നു. വി ഡി സതീഷിനൊപ്പമായിരുന്നു കഴിഞ്ഞ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സി വേണുഗോപാലിനൊപ്പമായ കുറെ നാളുകളായി രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ. പക്ഷേ അതിനും അപ്പുറത്തേക്ക് അവരുമായി ചില ബന്ധങ്ങൾ വിള്ളൽ വരുമ്പോഴും അവർക്കൊപ്പം നിൽക്കാൻ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷാഫി പറമ്പിൽ ഒരുപക്ഷെ യുവ നേതാക്കളിൽ ഒന്നാം സ്ഥാനത്ത് ഷാഫി പറമ്പിലാണ്. മറ്റു മുതിർന്ന നേതാക്കളെയൊക്കെ മറികടന്ന ഷാഫി വലിയ രീതിയിൽ വളരുന്നു എന്നൊരു അമർഷം അർഹമായതിലധികം വളർച്ച ഷാഫിക്ക് ഉണ്ടാകുന്നു. വലിയ പിന്തുണ ഷാഫി കിട്ടുന്ന വലിയ പരാതി കോൺഗ്രസിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ഗ്രൂപ്പുകളുണ്ട്. നേരത്തെ AI ഗ്രൂപ്പുകൾ എന്ന് പറയാൻ മാത്രമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, നേതാക്കൾക്ക് ചുറ്റുമാണ് കോൺഗ്രസിലെ ഇപ്പോൾ ഗ്രൂപ്പ് സമവാക്യങ്ങൾ. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനും രാഹുൽ മാങ്കൂട്ടത്തിനും വേണ്ടിയും അവർക്കെതിരെയും ഇത്തരം വിമർശനങ്ങൾ ഈ ഗ്രൂപ്പുകളിൽ വരുന്നത്. കടുത്ത എതിരഭിപ്രായങ്ങൾ ഉള്ളവരുണ്ട്. ഇവർക്ക് ഇത്രയധികം പിന്തുണ പാർട്ടിയിൽ കിട്ടുന്ന നേതൃത്വ പിന്തുണ നൽകുന്ന വലിയ അമർശമുള്ളവരുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എന്തിനെ ഇങ്ങനെ വളർത്തിയെന്ന ചോദ്യം നേരത്തെ തന്നെ കോൺഗ്രസ് ഈ രാഹുലിനെ ചാരി നിൽക്കുന്ന ഷാഫിക്കെതിരെയും വലിയ വിഭാഗം അമർഷവുമായി രംഗത്തെത്തുന്ന സാഹചര്യം അല്ലേ? തീർച്ചയായിട്ടും ഷാഫി പറമ്പിനെതിരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിമർശനം ഉയർന്നു വന്നപ്പോൾ അതിനും ശക്തമായ അല്ലെങ്കിൽ അതിന് സമാനമായ വിമർശനം ഷാഫിക്കെതിരെ ഉണ്ടായിരുന്നു. അത് എതിർ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്ന് മാത്രമായിരുന്നില്ല, കോൺഗ്രസിനുള്ളിൽ നിന്നും അത്തരം വിമർശനം തന്നെയാണ് ഉയർന്നു വന്നത്. ഷാഫി പറമ്പിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്പോൺസർ അല്ലെങ്കിൽ മെന്റർ എന്ന തരത്തിലുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ട് തള്ളിപ്പറയാൻ പോലും കഴിയാതെ പോയത്. പിന്നീട് പാർട്ടി നടപടിയെടുത്തപ്പോൾ പാർട്ടി എടുക്കുന്ന നടപടി തന്നെയാണ് അത് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു ഷാഫി പറമ്പിലും ചെയ്തത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഏറ്റവും അധികം വിമർശനം നേരിട്ട നേതാവ് ഒന്ന് ഷാഫി പറമ്പിലാണ്, മറ്റൊരാൾ വി ഡി സതീശനാണ്. വി ഡി സതീശനും ഈ രണ്ട് യുവ നേതാക്കളെ വല്ലാത്ത രീതിയിൽ പ്രൊമോട്ട് ചെയ്തിരുന്നു. അത് ശരിയായില്ല എന്ന വിമർശനം കോൺഗ്രസ് നേരത്തെ തന്നെ ഉള്ളതാണ്. ആ സാഹചര്യങ്ങളിലാണ് ഇപ്പോഴും ഈ തർക്കം മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകുന്ന അവകാശവാദങ്ങളെയൊക്കെ പൊളിക്കുന്ന തരത്തിലുള്ള ഒരു വിവാദമായി ഈ വിഷയം മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് വലിയ പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുമ്പോൾ അങ്ങനെയല്ല, ഇത്തരം പ്രശ്നങ്ങൾ കൂടി അവിടെ ഉണ്ട്. അതായത് ഇത്തരം നേതാക്കൾ ഈ ഒരു സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആ ഇടപെടലുകൾ ശരിയായില്ല എന്ന കടുത്ത വിമർശനമുണ്ട്. അതൊക്കെ അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തെ പിടിച്ച് കുലുക്കുന്നു എന്ന് തന്നെ പറയാം. അതാണ് അരുൺ, അവിടെ ഒരു സംശയം. ഇത് ഷാഫിയിലും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അവസാനിക്കുന്ന ഒന്നാകുമോ? കാരണം ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും പലർക്കും അശ്ലീല മെസ്സേജുകൾ അയച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇവരുടെ തമ്മിലടി തന്നെ പലതും പുറത്തെത്തിക്കും അല്ലേ അരുൺ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. അതായത് BJP-യുടെയോ CPM-ന്റെയോ ഒക്കെ ഗൂഢാലോചനയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെതിരായ ഇപ്പോൾ നീങ്ങുകളെന്ന ഒരു വിലയിരുത്തൽ ഇവരെ അനുകൂലിക്കുന്നവരുടെ മുന്നിലുണ്ട്. പക്ഷേ അങ്ങനെയല്ല, അതിനപ്പുറത്തേക്ക് അതിലെ വസ്തുതകൾ പുറത്തു വരികയാണ്. ഈ ആദ്യം പരാതി പറഞ്ഞ യുവതി അവർ കോൺഗ്രസ് പശ്ചാത്തലമുള്ളയാളാണ്. പ്രതിപക്ഷ നേതാവിനെ സ്വന്തം പിതാവിനെ പോലെ കാണുന്ന അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തിന്റെ മകളാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബന്ധമുള്ളയാളാണ്. അതിന് പുറമെ മറ്റ് വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും അങ്ങനെ മാത്രം തള്ളിക്കളയാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിയുടെ കൂടിയേ കാണാൻ കഴിയൂ. തന്റെ പേരക്കുട്ടികൾ രണ്ടുപേർ പെൺകുട്ടികളാണ്. അവർ KSUവിലൂടെ വളർന്നു വരണം. അങ്ങനെ വളർന്നു വരുമ്പോൾ ഇതുപോലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ അവരെ സംഘടനയിലേക്ക് അയക്കുമെന്ന ചോദ്യം വലിയ ആശങ്കയോടെ അമ്മയുടെ വേദനയോടുകൂടി ആ ചോദ്യം ഉന്നയിച്ചത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MLA ആണ്. കോൺഗ്രസ്